പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് ബിജെപി ജില്ലാ പ്രസിഡന്റാക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് രാജിക്കൊരുങ്ങി ദേശീയ കൗൺസിൽ അംഗമടക്കം നേതാക്കൾ. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ രാജ്യസന്നദ്ധ അറിയിച്ചു. 9 കൗൺസിലർമാർ തിങ്കളാഴ്ച ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകും. വിമത യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാർ രാജിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് തെരഞ്ഞെടുപ്പെന്നാണ് ആക്ഷേപം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുവെന്നും പാലക്കാട്ടെ മുതിർന്ന ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ തന്റെ ബിനാമിയെ തിരികെ കയറ്റിയെന്നുമാണ് പ്രധാന ആക്ഷേപം. അതിനിടെ ഇടഞ്ഞു നിൽക്കുന്ന ബിജെപി കൗൺസിലർമാരെ മറുകണ്ഠം ചാടിക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങി. ബിജെപി വിട്ടെത്തിയ സന്ദീപ് വാര്യർ വഴി ചർച്ചകൾ നടന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും വിമത കൗൺസിലർമാരെ ബന്ധപ്പെട്ടു. കൗൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ നഗരസഭ ബിജെപിക്ക് നഷ്ടമാവും. സംഘടന ബിജെപി തന്നെയാണ്. ബിജെപി വിട്ടിട്ട് ഏതൊരു പാർട്ടിക്കും പോകാൻ തയ്യാറല്ല. മുതിർന്ന നേതാക്കൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഒന്നും പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. വളരെ വ്യക്തമാണ്. ഇനി നിങ്ങൾ ഈ മൈക്ക് എൻ്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ കൃഷ്ണദാസ് പറഞ്ഞ പോലെ ഞാൻ പറയേണ്ടി വരും. ഞാൻ എൻ കൃഷ്ണദാസ് അല്ല, ഞാൻ ഈ കൃഷ്ണദാസാണ്. ദയവായിട്ട് ആ സാഹചര്യത്തിലേക്ക് എന്നെ തള്ളിവിടുക. എല്ലാവരും പാർട്ടി മുൻ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളൊക്കെയാണ്. നമുക്ക് പ്രവർത്തകരാവില്ല. വേണ്ടി വന്നാൽ പ്രവർത്തകരും കൂടെ അതിനൊപ്പം. അതായത് ഈ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് ചട്ടവിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ അല്ല, അതിനെക്കുറിച്ച് തന്നെ പാർട്ടി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കാനുണ്ട്. അതിനുള്ള വേദിയുണ്ട്. ആ വേദി ഇല്ലാതെ പോകുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളോട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു എന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയിൽ പറയാനുള്ള സമയമാണ് ഇപ്പോൾ. പാർട്ടിക്കകത്ത് പറയാനുള്ള സമയമാണ്. സമയം കഴിയട്ടെ. അതാണ് നിങ്ങളുടെ ആവശ്യം അല്ലേ? പ്രശാന്ത് ശിവൻ അംഗീകരിക്കില്ല. കൂടുതൽ കൗൺസിലർമാർ പങ്കെടുക്കും. രാജു, പാലക്കാട് ജില്ലയിലെ ഓർഗനൈസ് സെക്ടറിലും പാർലമെന്റ് രംഗത്തിലും മുതിർന്ന നേതാക്കന്മാർ ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഭാവി പരിപാടികളും കാര്യങ്ങളൊക്കെ പറയും. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിർബന്ധിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി എൻ്റെ ഇത് പ്രതീക്ഷിക്കേണ്ട. എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം എൻ്റെ പാർട്ടിയാണ്. മനസ്സിലായില്ലേ? ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിവ് പ്രാപ്തിയുള്ള നേതാക്കന്മാർ നമ്മുടെ സംഘടനയുണ്ടെന്ന് നമുക്ക് സംഘടന വിശ്വാസമുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനത്തിൽ അതിൻ്റെ നേതാക്കന്മാരുണ്ട്. അവർ പരിഹരിക്കും. അവർ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ജീവൻ വെടിയുന്നവരെ ഈ കാവ്യ പതാകയിൽ പുതച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. UTV ന്യൂസ്, പാലക്കാട്.